പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യാക്കോബ് അധ്യായം 2 രണ്ടാം വാക്യം മുതൽ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിനു വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ വായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും സംസാരത്തിൽ ജാഗരൂകരായിരിക്കണം. നമ്മൾ കേൾക്കുന്നതിൽ തീഷ്ണതയുള്ളവരായിരിക്കണം. സംസാരിക്കുന്നതിൽ ചിന്തിച്ച് ജാഗരൂകതയോടെ വേണം നമ്മൾ സംസാരിക്കാൻ. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരുവിധം എല്ലാവരും പാപത്തിൽ വീഴുന്നത് അവരുടെ നാവ് കൊണ്ടാണ്. ഒന്നുകിൽ പരദൂഷണം പറയും, അല്ലെങ്കിൽ വൻപ് പറയും, അല്ലെങ്കിൽ തിന്മ പറയും, അല്ലെങ്കിൽ വെറുതെ വഴക്കടിക്കും. ഈ നാവ് വലിയ ഒരു പ്രശ്നമാണ്. ഈ വചനത്തിൽ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കറക്റ്റാണ്. ഞാനൊരു അധ്യാപകൻ എന്ന നിലയിലൊക്കെ, ഒരു ട്രെയിനർ എന്ന നിലയ്ക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഈ സംസാരിക്കാനുള്ള കഴിവ്, നിർത്താതെ സംസാരിക്കാനുള്ള കഴിവ് വളരെ നല്ലതാണ്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതേസമയം നമ്മളൊരു 1-to-1 കോൺവെർസേഷൻ, ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ, അവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റാണ് സംസാരിക്കാൻ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരു മീറ്റിംഗ് ആണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം, മറ്റേ ആൾക്കാർക്ക് അവരുടെ അഭിപ്രായം പറയാം. അവരുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായത്തോട് ചേരണമെന്നില്ല. അതുപോലെ നമ്മുടെ അഭിപ്രായം മറ്റുള്ളവരുടെ അഭിപ്രായവുമായി ചേർന്ന് പോകണമെന്നില്ല. പക്ഷേ അത് കോപിക്കാതെയും അതൊരു ആർഗ്യുമെന്റിൽ ചെന്ന് അവസാനിക്കരുത്. അപ്പൊ പലപ്പോഴും ഇപ്പൊ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ നമ്മൾ പറയും, വി അഗ്രി ടു ഡിസഗ്രി. നമുക്ക് ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് തന്നെ നമുക്ക് അഗ്രി ചെയ്യാം. അപ്പൊ പിന്നെ എല്ലാം ഓക്കെയാണ്. നമുക്ക് മറ്റുള്ളവരുടെ, അതിന് പറയും ഗെറ്റ് ഇൻ ടു ദ ഷൂസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ അവലോകനം ചെയ്യുവാനുള്ള ഒരു കൃപ ഉണ്ടെങ്കിൽ
അത് നമുക്ക് അനുകമ്പയിൽ നിന്നേ വരികയുള്ളൂ. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ ഒന്നാമത് അത് കേൾക്കാനുള്ള, പൂർണ്ണമായി അത് കേൾക്കാനുള്ള മനസ്ഥിതി. പലപ്പോഴുള്ള പ്രശ്നം, ഒരാള് പറയുന്നതിന് മുമ്പേ അതെങ്ങനെ കൗണ്ടർ ചെയ്യണമെന്നുള്ള ചിന്തയായിരിക്കും നമ്മുടെ ഉള്ളിൽ. അത് തെറ്റാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ അയാൾ പറയുന്നത് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിനുള്ള ഒരു കൃപയും വിവേകവും എല്ലാം കർത്താവ് നമുക്ക് നൽകട്ടെ. എളിമയുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. മിക്കവാറും സംസാരങ്ങളൊക്കെ തർക്കത്തിലേക്ക് നയിക്കും. ഞാൻ പറഞ്ഞതാണ് ശരി, നീ പറഞ്ഞതാണ് ശരി. കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളിൽ ഏറ്റവും വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാവുക. അപ്പൊ എപ്പോഴും നമ്മുടെ ഉദ്ദേശശുദ്ധി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആരുടെ തർക്കം വിജയിച്ചു, ആര് ജയിച്ചു, ആര് തോറ്റു എന്നുള്ളതല്ല, നമ്മൾ എന്ത് നേടി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നേടേണ്ടത് എന്നുള്ള ഒരു ചിന്ത, അതിലോട്ടാണ് നമ്മുടെ കോൺസെൻട്രേഷൻ എങ്കിൽ, ലക്ഷ്യപ്രാപ്തിയിലോട്ടാണ് നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ടാർഗറ്റ് എങ്കിൽ, നമുക്ക് വിവിധങ്ങളായ അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ കൂടി ചെയ്യേണ്ടത്, ഒരു തന്നെ കാര്യം പറയുമ്പോൾ നമ്മുടെ അത്രയും തന്നെ അവനും സ്വാതന്ത്ര്യമുണ്ട് കാര്യങ്ങൾ പറയാൻ. അവൻ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും, അവൻ പറയുന്നതിലാണ് കാര്യമെങ്കിൽ ഐ അഗ്രി വിത്ത് യു എന്ന് പറയുവാനുള്ള ഒരു തുറവിയും വിവേകവും എളിമയും എല്ലാം സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. അതുപോലെ വളരെ ജാഗരൂകരായി അനാവശ്യമായി ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നമ്മിൽ നിന്ന് ഉത്ഭവിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. കാരണം ഓരോ വ്യർത്ഥ ഭാഷണത്തിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കിന്റെ ഇമ്പാക്റ്റ് നമുക്കറിയില്ല. അത് പ്രത്യേകിച്ച് പല വൈവിധ്യമുള്ള ആളുകൾ ഇരിക്കുന്ന സദസ്സിലൊക്കെ നമ്മൾ പറയുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഒരു ചെറിയ എക്സാമ്പിൾ ഇതിന് പറയുകയാണെങ്കിൽ, പണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാവായിരുന്ന ശശി തരൂർ അന്ന് ഒരു സെൻട്രൽ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, അതായത് വിമാനത്തിൽ കയറി കാറ്റിൽ ക്ലാസ് എന്നൊരു പ്രയോഗം പുള്ളി നടത്തി. ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് യാതൊരു പ്രശ്നവുമില്ല, UK അതിനൊരു പ്രശ്നവുമില്ല. ഇന്ത്യയിലായിരുന്നപ്പോൾ ആളുകൾ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. ആദ്യം വന്ന് ഈ എക്കണോമിക് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇയാൾ കന്നുകാലി എന്ന് വിളിച്ച് അപമാനിച്ചു എന്ന് ഒരു ആരോപണം. പിന്നെ അതിനകത്ത് ഒരു മതത്തിന്റെ പശു എന്നൊക്കെ പറഞ്ഞ് അതിന്റെ വേറെ രീതിയിൽ വേറെ. അവസാനം ശശി തരൂർ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ കാര്യം നമുക്ക് നിരുപദ്രവമെന്ന് തോന്നിയാലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉപദ്രവകരമായി തോന്നാം. അതുകൊണ്ട് സദാ ജാഗരൂകതയോടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാനുള്ള വിവേകം നമ്മൾക്കെല്ലാവർക്കും സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ.
ഓരോ വാക്കും ഉപയോഗിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് രണ്ടു വട്ടി ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം അപ്പോസ്തലന്മാർ പറയുന്നത്, നിങ്ങൾ എടുത്തു ചാടിയൊന്നും പറയരുത്, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ, അതുപോലെ സംസാരിക്കുവാൻ അമാന്തമുള്ളവരും ആയിരിക്കുവിൻ. നമ്മൾ ആലോചിച്ചിട്ട് വേണം ഓരോ വാക്കും നമ്മൾ ഉപയോഗിക്കാൻ. അത് കുഞ്ഞുങ്ങളോടായാലും ശരി, വലിയവരോടായാലും ശരി. ഒരിക്കലും ഒരു 5 വയസ്സുകാരൻ വിങ്ങിപ്പൊട്ടി എന്നോട് പറയുകയാണ്, അമ്മ എന്നെ യൂസ്ലെസ് ഫെലോ എന്ന് വിളിച്ചു. ആ കുഞ്ഞിനേറ്റ ആഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണല്ലോ അവന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, അവൻ വിങ്ങിപ്പൊട്ടുകയാണ്. അവനെങ്ങാനും ഞാൻ യൂസ്ലെസ് ഫെലോ ആണെന്ന് അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന് പിന്നെ എന്ത് പറ്റും? അപ്പോൾ നമ്മൾക്ക് എല്ലാവരെയും സ്നേഹിച്ചും ബഹുമാനിച്ചും ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാനുള്ള കൃപ സർവേശ്വരനോട് നമുക്ക് ചോദിച്ച് വാങ്ങാം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.